ടോമി മോനെ, ടോമി. എന്താണ് ടോമി ഇത്? നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ മണ്ണിൽ കളിക്കരുതെന്ന്. അവിടെ നിന്ന് എഴുന്നേൽക്ക്. എന്താ ഇത് കോലം? ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. വേഗം നടക്ക, അങ്ങോട്ട് പോയി കുളിക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവിടെ അടുത്തുള്ള മൃഗശാല കാണാൻ പോവുകയാണ്. എല്ലാവരും ടീച്ചർ പറയുന്നത് അനുസരിച്ച് കൂടെ നിൽക്കണം. അവിടെ മങ്കി ഉണ്ടാവുമോ? മങ്കി മാത്രമല്ല, വേറെ ഒരുപാട് മൃഗങ്ങളുണ്ട്. അതൊക്കെ പോട്ടെ, ഇതെന്ത് കോലമാ ടോമി? നീ എന്താ മണ്ണിൽ കുളിച്ചോ? അത് പിന്നെ ടീച്ചർ ഓടിച്ചാടി കളിച്ചപ്പോ. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിന്റെ അമ്മയെ ഞാനൊന്ന് കാണട്ടെ. എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ, എല്ലാവരും പോകാൻ വേണ്ടി ലൈനായി നിന്നേ പെട്ടെന്ന്. കുട്ടികളെ, നിങ്ങൾ ഇതിനു മുമ്പ് മൃഗശാലയിൽ വന്നിട്ടുണ്ടോ? ഓക്കെ, എന്നാൽ എങ്കിൽ മൃഗശാലയുടെ ഉള്ളിലേക്ക് കയറുന്നതിനു മുന്നേ കുറച്ചു കാര്യങ്ങൾ പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കണം. മൃഗശാലകൾ മൃഗങ്ങൾക്കുള്ള പ്രത്യേക സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഇതിനുള്ളിൽ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും മൃഗങ്ങളെ നമ്മൾ ശല്യപ്പെടുത്താൻ പാടില്ല. പിന്നെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് നിർദ്ദേശങ്ങൾ എഴുതിയ സൈൻ ബോർഡ് കാണാം. അത് വായിച്ചുകൊണ്ട് നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് നടക്കുക. രാജ്യത്തെ പല മൃഗശാലകളും പ്ലാസ്റ്റിക് നിരോധന മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വരുന്നവർ ഭക്ഷണ സാധനങ്ങൾ അടങ്ങിയ പ്ലാസ്റ്റിക് ബാഗ് മൃഗശാലയിലേക്ക് കൊണ്ടുവരരുത് എന്ന് പറയുന്നത് എന്തിനാണെന്ന് ആർക്കെങ്കിലും അറിയാമോ? പ്ലാസ്റ്റിക് മണ്ണിൽ ലയിക്കില്ല, അതുകൊണ്ട്. ഗുഡ്, അതും ഒരു കാരണമാണ്. പക്ഷേ അത് മാത്രമല്ല കാരണം. നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് ബാഗുകൾ അല്ലെങ്കിൽ അതിൽ അവശേഷിച്ച ലഘുഭക്ഷണങ്ങൾ എന്നിവ മൃഗങ്ങൾ അറിയാതെ വിഴുങ്ങിയാൽ അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്തേക്കാം. മൃഗങ്ങളെ സംരക്ഷിക്കുന്നതിനാണ് ഇത് ചെയ്യുന്നത്. പ്ലാസ്റ്റിക് ബാഗുകൾ മണ്ണിൽ ലയിക്കാത്ത പോലെ തന്നെ ദഹിപ്പിക്കാനുമാവില്ല. അത് ദഹനനാളത്തെ തടസ്സപ്പെടുത്താനും മൃഗങ്ങളെ ശ്വാസം മുട്ടിച്ചു കൊല്ലാനും കഴിയും. അതുകൊണ്ട് ഇതെല്ലാം മൃഗശാലകൾ സന്ദർശിക്കുന്നവർ ഓർത്തിരിക്കേണ്ട പ്രധാന കാരണങ്ങളാണ്. ഈ മൃഗശാലയിൽ മങ്കി ഉണ്ടോ? ഉണ്ടല്ലോ. എന്താ മോന്റെ പേര്? എന്റെ പേര് ടോമി. ടോമി, ഇങ്ങ് വന്നേ, ചോദിക്കട്ടെ. ടോമിയുടെ ദേഹത്ത് ആകെ പൊടിയും ചളിയുമാണല്ലോ. അത് പിന്നെ സ്കൂളിലെ ഓട്ടവും ചാട്ടവുമായിരുന്നു. എങ്ങനെയായാലും ഇങ്ങനെ മൃഗശാലയുടെ ഉള്ളിലേക്ക് പോകാൻ കഴിയില്ല. അത് മൃഗങ്ങൾക്ക് ദോഷം ചെയ്യും. അതുകൊണ്ട് ടോമി ഒഴികെ ബാക്കിയുള്ളവർ അകത്തേക്ക് കയറിക്കോളൂ. ടീച്ചർ, കുട്ടിയെ ബസ്സിൽ ഇരുത്തിക്കോളൂ. ഒരു നാൾ നീ ഖേദിക്കും. അമ്മ പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു എന്ന് ഓർത്ത് സങ്കടപ്പെടും. ഇങ്ങനെയാണോ നീ മൃഗശാലയിലേക്ക് വരുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതല്ലേ ഇന്ന് പോകുന്ന കാര്യം. ഇങ്ങനെ നിന്നെ അവർ ഉള്ളിൽ കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അമ്മയും ടീച്ചറും പറഞ്ഞത് കേട്ടാ മതിയായിരുന്നു. അതുകൊണ്ടല്ലേ എനിക്ക് മൃഗങ്ങളെ കാണാൻ പറ്റാഞ്ഞത്. ഇനി ഞാൻ എന്നും വൃത്തിയുള്ള കുട്ടിയായിരിക്കും. അങ്ങനെ പറയല്ല മോനെ, കഴിക്ക്. പിന്നെ ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ് വാങ്ങുന്നത്? എനിക്ക് വേണ്ടെന്ന് പറഞ്ഞാ വേണ്ട. ഇത് ഞാൻ കഴിക്കില്ലെന്ന് അമ്മയ്ക്ക് അറിയില്ലേ? കുട്ടികളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്.
നമ്മുടെ സ്കൂളിൽ നെക്സ്റ്റ് വീക്ക് സ്പോർട്സ് വീക്ക് ആണ്. ഒരുപാട് കായിക വിനോദ പരിപാടികൾ സംഘടിപ്പിക്കാനുണ്ട്. എല്ലാവരും പങ്കെടുക്കണം. ഫസ്റ്റ് എത്തുന്നവർക്ക് സമ്മാനവുമുണ്ട്. ഇന്ന് മുതൽ നമുക്ക് അതിനുള്ള പ്രാക്ടീസ് ആരംഭിക്കാം. ഞാൻ എല്ലാത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് വാങ്ങിക്കും. എല്ലാവരെയും ഞാൻ ഓടി തോൽപ്പിക്കും. എന്നാൽ എല്ലാവരും വഴിവരിയായി ഗ്രൗണ്ടിലേക്ക് നടക്കൂ. Ready, set, go! അമ്മോ. ഓ. യേ. അമ്മോ. ആ, എല്ലാവർക്കും എന്തൊരു സ്പീഡാണ്. ഞാൻ ക്ഷീണിച്ചു പോയി. അതുകൊണ്ടാ ഇല്ലെങ്കിൽ കാണായിരുന്നു. എന്നാലും എന്തുകൊണ്ടാ എനിക്ക് അവരുടെ കൂടെ ഓടിയെത്താൻ പറ്റാത്തത്? എന്തു പറ്റി ടോമി? റേസിൽ തോറ്റതിലുള്ള സങ്കടമാണോ? എന്നാലും എനിക്ക് എന്തുകൊണ്ടാ നിങ്ങളുടെ കൂടെ ഓടിയെത്താൻ പറ്റാഞ്ഞത്? ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ എനിക്ക് നിങ്ങളോടൊപ്പം ഓടിയെത്താൻ കഴിഞ്ഞില്ല. നിനക്ക് നന്നായി ഓടാൻ കഴിയണമെങ്കിൽ നിന്റെ മനസ്സ് വിചാരിക്കുന്ന രീതിയിൽ നിന്റെ ബോഡിയെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയണം. അതിന് ബോഡി ഹെൽത്തി ആയിരിക്കണം. എപ്പോഴും ബോഡി ഹെൽത്തി ആയിരിക്കാൻ വേണ്ടി ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം നല്ലോണം കഴിക്കണം. സത്യമാണോ നിങ്ങൾ ഈ പറയുന്നത്? പിന്നല്ലാതെ. അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ജയിക്കാൻ കഴിഞ്ഞത്. നീയും കഴിച്ചു നോക്ക്, നിനക്കും അതിന് സാധിക്കും. മമ്മി, എനിക്ക് കഴിക്കാൻ ഫ്രൂട്ട്സ് വേണം. എന്ത്? എന്റെ ടോമി തന്നെയാണോ ഇത് ചോദിക്കുന്നത്? അതെ, അലക്സ് പറഞ്ഞു ഫ്രൂട്ട്സും വെജിറ്റബിളും എല്ലാം കഴിച്ചാൽ ബോഡി ഹെൽത്ത് ആയിരിക്കാൻ കഴിയുമെന്ന്. Ready,